എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നാമരാമായണം യുദ്ധകാണ്ഡത്തിലെ നാമങ്ങളാണ്. അഭിഷിക്ത വിഭീഷണനദരാമ, പുഷ്പഗയാനാരോഹണ രാമ, ഭരദ്വാജാഭിനിഷേവണ രാമ, ഭരതപ്രാണപ്രിയകര രാമ, സാകേതപുരീഭൂഷണ രാമ, സകലസ്വീയ സമാവൃത രാമ. രാമായണത്തിൽ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലും ഇതുപോലെയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് വഴുതി നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായാലും തെറ്റിൽ നിന്ന് പുറത്തു കടക്കാൻ പലരും ഉപദേശിക്കാനും സഹായിക്കാനും കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സ് കേൾക്കില്ല. ചിലപ്പോഴൊക്കെ അതൊരു മുജ്ജന്മ ദോഷമാകാം, അല്ലെങ്കിൽ ഒരു നിയോഗമാകാം, അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തീർക്കാനുള്ളൊരു കാരണവുമാകാം. തെറ്റിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ അനന്തരഫലം അനുഭവിച്ചേ തീരൂ എന്ന അവസ്ഥ വരും. രാവണനും അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കി നോക്കാം. വെറും ഒരു മനുഷ്യനോട് തോറ്റതിൽ മാനഹാനിയും വിഷമവും ഒക്കെയായി രാവണൻ അനുജനായ കുംഭകർണനെ നിദ്രയിൽ നിന്നും ഉണർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. രാവണഭൃത്യന്മാർ കാലം കളയാതെ പലതരത്തിലുള്ള മാംസങ്ങളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും രക്തം നിറച്ച കുടങ്ങളും ധാരാളമായി ശേഖരിച്ച് കുംഭകർണ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. നിദ്രാവശകനായി ശയിക്കുന്ന ആ രാക്ഷസവീരന്റെ ചുറ്റിനുമായി അവയെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം അവർ ഉറങ്ങുന്നവനെ ഉണർത്താൻ ഒരുക്കമായി. എല്ലാവരും ഒന്നിച്ച് കൈകൊട്ടുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. എന്നിട്ടും ഫലമില്ലെന്ന് കണ്ട് ഭേരി പണവാദി വാദ്യങ്ങൾ ഉച്ചത്തിൽ മുഴക്കി. പക്ഷേ കുംഭകർണൻ മുമ്പത്തെ പോലെ അത്യുച്ചത്തിൽ കൂർക്കം വലിച്ചുകൊണ്ട് നിശ്ചേഷ്ടനായി കിടന്നതേയുള്ളൂ. ഭൃത്യന്മാർ പതാകാരനായ രാവണ സഹോദരന്റെ ശരീരത്തിലെ രോമങ്ങൾ പറിച്ചെടുക്കുകയും അനേകം കുടങ്ങളിൽ വെള്ളം കൊണ്ടുവന്ന് ചെവിക്കകത്ത് ഒഴുക്കുകയും ചെയ്തിട്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഭഗ്നാശരായ കൂട്ടർ കടശി കൈയായി ആനകളെ കൊണ്ട് ചവിട്ടിക്കുകയും അവയെ ദേഹത്തിലൂടെ നടത്തിക്കുകയും ചെയ്തപ്പോൾ കുംഭകർണൻ മൂരി നിവർന്ന് കണ്ണു തുറന്ന് പതുക്കെ എഴുന്നേറ്റ് ചുറ്റിനും നോക്കി. അപ്പോൾ ഉറക്കമുണർത്തിയ തങ്ങൾ കണ്ണിൽപ്പെട്ടാൽ കുംഭകർണന്റെ ക്രോധാഗ്നിയിൽ ശലഭങ്ങളായി പോകുമെന്നറിഞ്ഞ് ഒളിച്ചിരുന്ന ഭൃത്യന്മാർക്ക് പകരം അവിടെ കാണപ്പെട്ടത് സ്വാദിഷ്ടങ്ങളായ വിശിഷ്ട ഭോജ്യങ്ങളും പാനീയങ്ങളുമായിരുന്നു. അവയെല്ലാം ഭക്ഷിച്ചും കുടിച്ചും വയറു നിറച്ചപ്പോൾ സംതൃപ്തനും ശാന്തനുമായി തീർന്ന കുംഭകർണന്റെ മുമ്പിലേക്ക് വന്ന ഭൃത്യന്മാർ രാവണ നിർദ്ദേശമനുസരിച്ചാണ് തങ്ങൾ ഉണർത്തിയതെന്നും ഉടനെ അങ്ങോട്ട് ചെല്ലാൻ അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്നുവെന്നും തൊഴുകൈയോട് ബോധിപ്പിച്ചു. നിസ്സാര കാര്യത്തിന് തന്നെ ജ്യേഷ്ഠൻ ഉണർത്തുകയില്ലെന്നറിയാമായിരുന്ന കുംഭകർണൻ എന്തോ ഗൗരവമേറിയ സംഭവ വികാസം ഉണ്ടായിരിക്കുന്നു എന്ന് അനുമാനിച്ച് എഴുന്നേറ്റ് നടന്ന് ആസ്ഥാന മണ്ഡപത്തിലെത്തി. രാവണൻ ജ്യേഷ്ഠഭക്തനായ കുംഭകർണനെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്ത് കൈക്ക് പിടിച്ച് തന്നോടൊപ്പം സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് പറഞ്ഞു: അനുജ, കുറേ ദിവസമായി കിടന്നുറങ്ങുന്ന നീ എനിക്കുണ്ടായിരിക്കുന്ന വിപത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. രാമനും വാനര സൈന്യവും ഇങ്ങെത്തി ആക്രമണം നടത്തുകയും നമ്മുടെ സേനാനായകന്മാരിൽ പലരെയും എണ്ണമറ്റ ഭടന്മാരെയും വധിക്കുകയും ചെയ്തിരിക്കുന്നു. നീ എന്നെ രക്ഷിക്കണം. നിനക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. എൻ്റെ ആശ മുഴുവൻ നിന്നിലാണ്. നിനക്ക് തുല്യമായ ഒരു ശക്തനെയും യുദ്ധവീരനെയും ഞാൻ മുപ്പാരിലും കണ്ടിട്ടില്ല. നീ എനിക്ക് വേണ്ടി രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ഇല്ലായ്മ ചെയ്യണം. അതെല്ലാം സശ്രദ്ധം കേട്ടിട്ട് കുംഭകർണൻ പറഞ്ഞു: ജ്യേഷ്ഠ, മുമ്പ് മന്ത്രാലോചന ചെയ്തപ്പോൾ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നാം ചർച്ച ചെയ്തതാണ്. ചെയ്യാൻ പാടില്ലാത്ത പലതും ജ്യേഷ്ഠൻ ചെയ്തതിൻ്റെ ഫലമാണിപ്പോൾ വന്നിരിക്കുന്നത്. അഹങ്കാരം കൊണ്ട് അങ്ങ് തന്നിഷ്ടം ചെയ്തപ്പോൾ ദോഷഫലങ്ങളെ കണക്കിലെടുത്തില്ല. ഞാനും അനുജൻ വിഭീഷണനും എന്താണ് വേണ്ടതെന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായല്ലോ. അതുതന്നെയാണ് ഇപ്പോൾ ജ്യേഷ്ഠൻ ചെയ്യേണ്ടത്. അനുജന്റെ ഉപദേശം അനുസരിക്കുവാൻ കൂട്ടാക്കാത്ത രാവണൻ നീരസത്തോടെ പറഞ്ഞു:
കുംഭകർണ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത്. ഞാൻ വേണ്ടാത്തതാണ് ചെയ്തെന്നിരിക്കട്ടെ, അതിൻ്റെ ദുഷ്ഫലങ്ങൾ ഇല്ലാതെയാക്കാൻ നിനക്ക് ശ്രമിച്ചുകൂടെ? എന്നോട് നിനക്ക് തരുമ്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, നീ വീരനെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, നീ എൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണം. ആപത്തിൽ സഹായിക്കുന്നവനാണല്ലോ യഥാർത്ഥ ബന്ധു. ജ്യേഷ്ഠന്റെ അഭ്യുദയം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്റെ വിശ്വാസ പ്രമാണങ്ങൾ ആത്മാർത്ഥതയോട് വെളിപ്പെടുത്തി മനസാക്ഷിയെ സംതൃപ്തമാക്കിയിട്ട് ഇനി ജ്യേഷ്ഠന് വേണ്ടി താൻ എന്ത് ത്യാഗവും അനുഷ്ഠിക്കേണ്ടതാണെന്ന് നിശ്ചയിച്ച് കുംഭകർണൻ പറഞ്ഞു. പിതൃതുല്യനായ ജ്യേഷ്ഠ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ജ്യേഷ്ഠൻ ദുഃഖിക്കേണ്ടതില്ല. ജ്യേഷ്ഠന്റെ ശത്രുക്കളെ ഞാൻ ഇപ്പോൾ തന്നെ നശിപ്പിക്കുന്നുണ്ട്. ആ രാമനെ ഞാൻ ഇന്ന് കൊല്ലുന്നത് കാണിച്ചു തരാം. മാത്രമല്ല, ലക്ഷ്മണനെയും സുഗ്രീവനെയും മറ്റു വാനരന്മാരെയും ജ്യേഷ്ഠൻ സുഖമായ അന്തപുരത്തിലിരുന്നു കൊണ്ട് അത് കണ്ടാൽ മതി. അത് കേട്ട് സന്തോഷത്താൽ മതിമറന്ന രാവണൻ തന്റെ കഴുത്തിൽ കിടന്ന രത്നമാല ഊരിയെടുത്ത് കുംഭകർണന്റെ കഴുത്തിൽ അണിയിച്ച് അനുഗ്രഹാശിസുകളോടെ ആ സഹോദര സ്നേഹിയെ യാത്രയാക്കി. രാവണനാൽ നിയുക്തരായ ഭടജനങ്ങളുടെ അകമ്പടിയോടുകൂടി മഹാകായനും മഹാശക്തനുമായ കുംഭകർണൻ ഉള്ളം നടുക്കുന്ന ശൂലവുമേന്തി വാനര സൈന്യത്തിൽ കടന്നു കയറി. ചണ്ഡവാദത്തിനു മുമ്പിൽ മേഘപാളികൾ എന്ന പോലെ ആ രാക്ഷസവീരന്റെ ആക്രമണം തടയാൻ സാധിക്കാതെ വാനര സമൂഹങ്ങൾ നാലുപാടും ചിന്നിച്ചിതറി. അവരെ സംഘടിപ്പിച്ച് വീണ്ടും യുദ്ധോദ്യുക്തരാക്കുവാൻ അംഗദൻ നടത്തിയ ശ്രമം വിഫലമായി. ദ്വിവിധൻ, ഹനുമാൻ, നീലൻ, ഋഷഭൻ, ശരഭൻ, ഗവാക്ഷൻ, ഗന്ധമാദനൻ മുതലായ വാനരവീരന്മാർ ഓരോരുത്തരായി കുംഭകർണനെ തടഞ്ഞു നിർത്തുവാൻ നടത്തിയ പരിശ്രമങ്ങൾ അവരുടെ പരാജയത്തിൽ കലാശിച്ചതേയുള്ളൂ. അവർ പ്രയോഗിച്ച വൃക്ഷങ്ങളും പാറക്കല്ലുകളും കുംഭകർണന്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ ശകലിതങ്ങളായെന്ന് മാത്രമല്ല, അവരിൽ നിസ്സഹായതാബോധം ഉളവാക്കി പിൻവാങ്ങുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. നിരവധി വാനരന്മാർ കുംഭകർണന്റെ ശൂലമേറ്റ് ജീവൻ വെടിഞ്ഞു. കുറെ പേർ ആ ഭീകര രാക്ഷസന്റെ ഭക്ഷണവുമായി. അംഗദൻ ഓടിച്ചെന്ന് ആഞ്ഞടിച്ചപ്പോൾ കുംഭകർണൻ അല്പം വേദനയുണ്ടായി എന്നത് ശരിയാണ്. പക്ഷേ കുംഭകർണന്റെ തിരിച്ചടിയേറ്റപ്പോൾ വാനര രാജകുമാരൻ മൂർച്ഛിച്ചു വീഴുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഓടിയെത്തിയ സുഗ്രീവനും കുംഭകർണനും തമ്മിലുണ്ടായ ഘോരമായതൊന്ന് യുദ്ധം കുറേ നേരം നീണ്ടുനിന്നു. അപ്പോഴേക്കും കുംഭകർണൻ സുഗ്രീവനെ താടിച്ച് അവശനാക്കി പൊക്കിയെടുത്ത് തോളത്ത് വെച്ച് ലങ്കയിലേക്ക് നടന്നു. അതിനിടയ്ക്ക് അവശത മാറിക്കിട്ടിയ സുഗ്രീവൻ പെട്ടെന്ന് കുംഭകർണന്റെ മൂക്കും ചെവികളും കടിച്ചെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന് ശ്രീരാമസമീപത്തിൽ മടങ്ങിയെത്തി. രക്താഭിഷിക്തനായ കുംഭകർണൻ അത്യധികമായ വേദനയോടും അനിയന്ത്രിതമായ ക്രോധത്തോടും കൂടി തിരിച്ചു നടന്ന് വീണ്ടും വാനര സൈന്യത്തിൽ കയറി കയ്യിൽ കിട്ടിയവരെ കൊന്നൊടുക്കി തുടങ്ങി. ശേഷിച്ച വാനരന്മാർ പേടിച്ച് തിരിഞ്ഞു ഓടുന്നത് കാണാനിടയായ ലക്ഷ്മണൻ ചെന്നെതിർത്തുവെങ്കിലും ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കുംഭകർണൻ മുമ്പോട്ട് പോയി ശ്രീരാമനോട് ഇടഞ്ഞു. ചുരുങ്ങിയ സമയത്തിനിടയിൽ ശ്രീരാമനാൽ പ്രയുക്തമായ തീക്ഷ്ണശരങ്ങൾ കുംഭകർണന്റെ ശരീരത്തിൽ തറച്ചപ്പോൾ ആ പരുക്കുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ രക്തം ഉയരമുള്ള പർവ്വതത്തിൽ നിന്ന് പല വഴിക്കും വീഴുന്ന ചോലകളോട് സാദൃശ്യം വഹിച്ചു. കുംഭകർണൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രാമ, ഇപ്പോൾ നിന്നോട് യുദ്ധം ചെയ്യുന്നത് വിരാധനോ കബന്ധനോ ഖരനോ ബാലിയോ അല്ല, കുംഭകർണനാണ്. എനിക്ക് മുറിവ് പറ്റി എന്ന് കരുതി നീ അത്രയൊന്നും അഹങ്കരിക്കണ്ട. ചുണയുണ്ടെങ്കിൽ നീ എൻ്റെ യുദ്ധസാമർത്ഥ്യവും ശൗര്യവും എന്നോട് കാണിക്കുക. അതിനുശേഷം ഞാൻ നിന്നെ കൊന്നുകൊള്ളാം. തുടർന്ന് ആ രാക്ഷസ പ്രമുഖൻ അതിഘോരമായ മുൾത്തടി ഓങ്ങിക്കൊണ്ട് മുന്നോട്ട് പായുന്നത് കണ്ട് ശ്രീരാമൻ ദിവ്യമായ വായവ്യാസ്ത്രം പ്രയോഗിച്ച് അവൻ്റെ വലതു കൈ മുറിച്ച് നിലത്ത് തള്ളി. എന്നിട്ടും കൂസലില്ലാതെ അവൻ ഇടത് കൈ കൊണ്ടൊരു മരം പിഴുതെടുത്ത് അതുമായി ഓടി വന്നപ്പോൾ ശ്രീരാമൻ ഐന്ദ്രസ്ത്രം എയ്ത് ആ കൈയും ശരീരത്തിൽ നിന്ന് വേറാക്കി. അതുകൊണ്ടും യുദ്ധം മതിയാക്കാത്ത ആ ഘോര രാക്ഷസൻ പാഞ്ഞെടുക്കുന്നത് കണ്ട് ശ്രീരാമൻ അവൻ്റെ 2 കാലുകളും അർദ്ധചന്ദ്രാകാരമായ 2 ദിവ്യാസ്ത്രങ്ങൾ വെച്ച് ഖണ്ഡിച്ചു. ഇതൊക്കെയായിട്ടും പർവ്വതഗഹ്വരം പോലെയുള്ള വായു പിളർന്ന് മുന്നോട്ടിഴഞ്ഞു ചെന്ന കുംഭകർണന്റെ ശിരസ് ശ്രീരാമന്റെ മറ്റൊരു ദിവ്യ ശരമേറ്റ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് നിലത്ത് കിടന്നുരുണ്ടു. ആ നിമിഷത്തിൽ വാനരന്മാരുടെ ജയാരവങ്ങളും രാക്ഷസന്മാരുടെ വിലാപങ്ങളും ഒന്നിച്ചു ചേർന്ന് കുംഭകർണവധത്തെക്കുറിച്ചുള്ള വർത്തമാനം ആകാംക്ഷാഭരിതനായി കാത്തിരിക്കുന്ന രാവണന്റെ ചെവികളിലും എത്തി. അനവധി ദൂഷ്യങ്ങളുണ്ടെങ്കിലും സഹോദര സ്നേഹമെന്ന ഗുണമുണ്ടായിരുന്ന ലങ്കാധിപതിക്കുണ്ടായ ദുഃഖം എത്രയെന്ന് പറയാനാവില്ല. അനുജന്റെ സ്വഭാവ വിശേഷങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് വിലപിക്കുന്ന രാവണൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ശോകസമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും കിടക്കുന്ന ആ അവസരത്തിൽ ചിലർ സമാധാനിപ്പിക്കുവാൻ എത്തിച്ചേർന്നു. രാവണപുത്രന്മാരായ ദേവാന്തകൻ, നരാന്തകൻ, അധികായൻ, ത്രിശിരസ് എന്നിവർ പിതാവിന്റെ അനുവാദത്തോടെ പിതൃവ്യനെ നിഹനിച്ച ശ്രീരാമനോട് പ്രതികാരമനുഷ്ഠിക്കുവാനായി ആയുധങ്ങൾ ധരിച്ച് സേനാസന്നാഹങ്ങളോടുകൂടി പടക്കളത്തിലെത്തി. അനുപമമായ ധൈര്യത്തോടും അസാധാരണമായ വൈദഗ്ധ്യത്തോടും കൂടി ആ രാക്ഷസന്മാർ പൊരുതിയെങ്കിലും ഒടുവിൽ അവരുടെ മുൻഗാമികളെ പോലെ മരണം വരിക്കുകയാണ് ഉണ്ടായത്.
സ്നേഹബന്ധവും രക്തബന്ധവുമുള്ള മഹാവീരന്മാർ ഒന്നിനു പുറകെ ഒന്നായി തന്നെ ഉപേക്ഷിച്ചിട്ട് കാലപുരിയിലേക്കുള്ള യാത്രയിൽ പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ അവസരത്തിൽ രാവണന്റെ ഹൃദയം ശോകാഗ്നിയിൽ വെന്തുരുകുകയായിരുന്നു. അടക്കാൻ വയ്യാത്ത ദുഃഖത്തോടുകൂടി അനിർവചനീയമായ വിഷാദവും നിരാശയും ഒത്തുചേർന്നപ്പോൾ ലങ്കാധിപതി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. സീമന്തപുത്രനായ ഇന്ദ്രജിത്ത് രാവണനെ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുവാൻ ഒരുക്കമായി. അപ്പോൾ ദുർഗുണങ്ങൾ പലതുമുണ്ടെങ്കിലും പിതൃഭക്തിയെ സംബന്ധിച്ചിടത്തോളം മാതൃകാ പുരുഷനായ ആ രാക്ഷസകുമാരൻ സ്വജീവൻ പോലും ത്യജിക്കുവാൻ സന്നദ്ധനായി എത്തിയിരുന്നു. അച്ഛാ, ഞാൻ ജീവിച്ചിരിക്കെ അച്ഛൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കൈക്കരുത്ത് അച്ഛന് നേരിട്ട് അറിവുള്ളതാണല്ലോ. ഞാൻ രാമനെയും ലക്ഷ്മണനെയും എൻ്റെ ശരങ്ങൾക്കിരയാക്കും. അച്ഛന് യാതൊരു സംശയവും വേണ്ട. തുടർന്ന് ഇന്ദ്രജിത്ത് വമ്പിച്ചൊരു രാക്ഷസ സൈന്യത്തെ അനയിച്ചുകൊണ്ട് സുവർണരഥത്തിൽ ആരൂഢനായി പടക്കളത്തിലെത്തി. വില്ല് കുലച്ച് അമ്പുകൾ തൊടുത്ത് ശത്രുക്കളുടെ നേരത്ത് അയച്ചു തുടങ്ങിയപ്പോൾ രാവണപുത്രന്റെ ദുർവാര പരാക്രമത്തിനു മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അനേകം വാനരന്മാർ ഹതരായി എന്ന് മാത്രമല്ല, നേതാക്കന്മാരിൽ പലരും ശകലിത ശരീരന്മാരായി. എതിരാളിയെ തടഞ്ഞു നിർത്തുവാൻ വഴിയൊന്നും കാണാതെ വാനരനായകന്മാർ മാത്രമല്ല, ശ്രീരാമലക്ഷ്മണന്മാർ പോലും വിഷണ്ണരായി നിലകൊണ്ടു. ആ സമയത്തൊക്കെ അദൃശ്യനായി ആകാശദേശത്ത് നിന്നുകൊണ്ട് ഇന്ദ്രജിത്ത് പേമാരി കൊലച്ചൊരിയുന്ന ശരജാലങ്ങളേറ്റ് നിരവധി വാനരന്മാർ ഇഹലോകവാസം വെടിയുകയും ചെയ്തു. അനേകം പേർ ദാരുണമായി പരുക്കുകളേറ്റ് നിലം പതിക്കുകയും ചെയ്തു. അതും പോരാ എന്ന് നിശ്ചയിച്ച് ഇന്ദ്രജിത്ത് തനിക്ക് സ്വായത്തമായതും പ്രതിവിധിയില്ലാത്തതുമായ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാൻ, സുഗ്രീവൻ, അംഗദൻ, ജാമ്പവാൻ തുടങ്ങിയ പല വാനര പ്രമുഖന്മാരെ മാത്രമല്ല രാമലക്ഷ്മണന്മാരെയും ബോധരഹിതരാക്കി വീഴ്ത്തിയിട്ട് വിജയാഹ്ലാദത്തോടെ ലങ്കയിലേക്ക് മടങ്ങിപ്പോയി. ബ്രഹ്മാസ്ത്രമേൽക്കാത്ത വിഭീഷണനും ആ മഹാസ്ത്രമേൽപ്പിച്ച താൽക്കാലികമായ അവശത മാറി ഹനുമാനും രാത്രിയായി കഴിഞ്ഞിരുന്ന ആ സമയത്ത് പന്തവും കൊളുത്തിപ്പിടിച്ച് പടക്കളത്തിൽ ചുറ്റി നടന്നു. സ്വപക്ഷീയരിൽ ആരൊക്കെ വിഗതപ്രാണരായി എന്നും ആരൊക്കെ പരിക്കുകൾ പറ്റിക്കിടക്കുന്നു എന്നും കണ്ടറിയുക എന്നതായിരുന്നു അവരുടെ സംരംഭം. സുഗ്രീവൻ, നീലൻ, അംഗദൻ, നളൻ, ഗന്ധമാദനൻ, ദ്വിവിധൻ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖന്മാർ മരിച്ചവരിൽ ഉൾപ്പെട്ടിരുന്നു എന്നുകണ്ട് ഇരുവരുടെയും ഹൃദയം അത്യന്തം വ്യാകുലമായി. ബ്രഹ്മദേവന്റെ പുത്രനായതിൽ ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിക്കാത്ത ജാമ്പവാൻ ഒരിടത്ത് അല്പം അവശനായി ശയിക്കുന്നത് കണ്ട് അവർ ആ വയോവൃദ്ധന്റെ അരികിലെത്തി. ജാമ്പവാൻ ചോദിച്ചു, വിഭീഷണ, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ? ആ ചോദ്യത്തിന് മറുചോദ്യം വിഭീഷണനിൽ നിന്ന് പുറപ്പെട്ടു. ജാമ്പവാൻ, ശ്രീരാമലക്ഷ്മണന്മാർ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അങ്ങനോട് ചോദിച്ചില്ല. മറ്റൊരു വാനരനെ പറ്റിയും അന്വേഷിച്ചില്ല. ഹനുമാനോട് ഇത്ര താല്പര്യം കാണിക്കുവാൻ എന്താണ് കാരണം? വന്യവയോധികനായ വാനരശ്രേഷ്ഠൻ പറഞ്ഞു, വിഭീഷണ, ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മരിച്ച വാനരന്മാർ ജീവിക്കും. ഹനുമാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നാം എല്ലാവരും മരിച്ച പോലെ തന്നെ. അപ്പറഞ്ഞതിന് എന്തെങ്കിലും പ്രത്യേകമായ കാരണമുണ്ടായിരിക്കാം എന്ന് കരുതി നമസ്കരിച്ച ഹനുമാനോട് ജാമ്പവാൻ പറഞ്ഞു, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങ് ഉടനെ തന്നെ ആകാശമാർഗത്തിലൂടെ ഹിമാലയത്തിലേക്ക് പോകണം. അവിടെ ഋഷഭപർവ്വത്തിലെയും കൈലാസത്തിലെയും കൊടുമുടികൾക്കിടയിൽ 4 ദിവ്യൌഷധങ്ങൾ നിൽപ്പുണ്ട്. മിന്നിത്തിളങ്ങുന്ന ഔഷധങ്ങൾ മൃതസഞ്ജീവനി, വിശല്യകരണി, സാവർണ്യകരണി, സന്ധാനകരണി എന്നിവയാണ്. അവ എടുത്തുകൊണ്ട് തിരിച്ചു വരണം. ജാമ്പവാന്റെ നിർദ്ദേശാനുസരണം കാലം കളയാതെ ഹനുമാൻ ലങ്കയിലെ മലയപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഉയർന്നു ചാടി ആകാശമാർഗത്തിലൂടെ അതിവേഗത്തിൽ സഞ്ചരിച്ച് സൂചിതമായ പർവ്വത ശിഖരങ്ങളിലെത്തി. എന്നാൽ ഹനുമാനെ കണ്ടയുടനെ ദിവ്യൌഷധങ്ങൾ 4 അപ്രത്യക്ഷങ്ങളായി. പലയിടങ്ങളിലും തിരഞ്ഞിട്ടും അവയെ കണ്ടുകിട്ടാഞ്ഞപ്പോൾ കോപാകുലനായി തീർന്ന ശ്രീരാമദാസൻ അവയുള്ള ഗിരിശൃംഗഭാഗം അടർത്തിയെടുത്ത് അതും പിടിച്ച് ശീഘ്രയാത്ര ചെയ്ത് ലങ്കയിലെ യുദ്ധഭൂമിയിൽ മടക്കിയെത്തി. ഔഷധങ്ങളുടെ സുഗന്ധമേറ്റ ഉടനെ ബോധക്ഷയമുണ്ടായിരുന്ന ശ്രീരാമലക്ഷ്മണന്മാരും വാനര പ്രമുഖന്മാരും ആലസ്യം തീർന്ന് എഴുന്നേറ്റു എന്ന് മാത്രമല്ല, മരിച്ചു കിടന്നവർ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ജീവിച്ചു വന്നു. ജീവനറ്റ രാക്ഷസന്മാർ സമുദ്രജലത്തിൽ എറിയപ്പെട്ടിരുന്നതിനാൽ അവർക്ക് ആ ഭാഗ്യം ലഭിച്ചതുമില്ല. ആവശ്യം കഴിഞ്ഞ ഉടനെ ഹനുമാൻ ദിവ്യ ഔഷധങ്ങൾ നിൽക്കുന്ന പർവ്വത ശൃംഗത്തെ പൂർവ്വസ്ഥാനത്ത് കൊണ്ടുചെന്ന് വെച്ചിട്ട് ദ്രുതഗതിയിൽ ശ്രീരാമാദികളുടെ സവിധത്തിൽ മടങ്ങിയെത്തി. സുഗ്രീവന്റെ നേതൃത്വത്തിൽ വാനര സൈന്യം ദ്വിഗുണീഭവിച്ച് വീര്യത്തോടുകൂടി രാത്രി നേരത്ത് തീപന്തങ്ങൾ കൊളുത്തിപ്പിടിച്ച് ലങ്കയിൽ കടന്നു കയറി കണ്ട ഭവനങ്ങളെയെല്ലാം കൊള്ളിവെച്ചു തുടങ്ങി. പടർന്നു കത്തിയ അഗ്നിജ്വാലകൾ 4 ചുറ്റിനും നാശം വിതച്ചുകൊണ്ട് മുന്നേറുന്നത് കണ്ട് രാവണൻ കുംഭകർണ പുത്രന്മാരും മഹായോദ്ധാക്കളുമായ കുംഭനെയും നികുംഭനെയും മറ്റു ചില പ്രമുഖ രാക്ഷസന്മാരെയും നിയോഗിച്ചു. അംഗദൻ, മൈന്ദൻ, ദ്വിവിധൻ മുതലായവർ കുംഭാദികളെ ചെന്നെതിർത്തുവെങ്കിലും അവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതാവുക മാത്രമല്ല പരുക്കുകളേറ്റ് പിൻവാങ്ങിയിടതായും വന്നുകൂടി. അവരുടെ സ്ഥാനത്ത് സുഗ്രീവൻ വന്ന് കുംഭനോടിടഞ്ഞപ്പോൾ ദ്വന്ദ്വയുദ്ധം വളരെ നേരം ഘോരമായി തുടരുകയും ഒടുവിൽ സുഗ്രീവൻ പ്രതിദ്വന്ദിയെ പൊക്കിയെടുത്ത് സമുദ്രത്തിലേക്ക് എറിയുകയും ചെയ്തു.
കുംഭൻ കരയ്ക്ക് കയറി വീണ്ടും യുദ്ധത്തിന് മുതിർന്നുവെങ്കിലും സുഗ്രീവന്റെ മുഷ്ടിപ്രയോഗത്തിൽ നിർജീവനാവുകയാണ് ഉണ്ടായത്. ജ്യേഷ്ഠന്റെ ദുർമരണത്തിന് പ്രതികാരം ചെയ്യുന്നതിനായി ഓടി വന്ന നികുംഭനോട് ഇടഞ്ഞത് ഹനുമാനായിരുന്നു. ആ ദ്വന്ദ്വയുദ്ധം വളരെ നേരം തുല്യ നിലയിൽ തുടർന്നതിന് ശേഷം ഹനുമാൻ നികുംഭനെ അടിച്ച് നിലം പതിച്ചിട്ട് അവന്റെ തല കുറച്ചെടുത്ത് ദൂരെ എറിഞ്ഞു. രാവണാജ്ഞയനുസരിച്ച് വാനര സൈന്യത്തോട് യുദ്ധം ചെയ്യുന്നതിനായി വമ്പിച്ച സേനയെ നയിച്ചുകൊണ്ട് പിന്നീട് പാഞ്ഞെത്തിയത് ഖരന്റെ പുത്രനും അമിത പരാക്രമിയുമായ മകരാക്ഷനായിരുന്നു. പട്ടസങ്ങൾ, പരിഖങ്ങൾ, തോമരങ്ങൾ, ഗദകൾ, മൂസലങ്ങൾ, ശൂലങ്ങൾ മുതലായവ വിവിധ ആയുധങ്ങൾ പ്രയോഗിച്ച് മകരാക്ഷനും അവന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസ ഭടന്മാരും അനേകം വാനരന്മാരെ പരിക്കേൽപ്പിക്കുകയും കുറേ പേരെ കൊല്ലുകയും ചെയ്തു. അതിനിടയ്ക്ക് ശ്രീരാമനെ കണ്ടെത്തിയ മകരാക്ഷൻ കോപാഗ്നിയാൽ ജ്വലിച്ചുകൊണ്ട് പറഞ്ഞു, രാമ, നീ മുമ്പ് എൻ്റെ അച്ഛനെ കൊല്ലുകയുണ്ടായി. ഇന്ന് ഞാനിതാ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. നീ ഇപ്പോൾ വന്നാൽ വധിക്കപ്പെട്ടവരുള്ള കാലപുരിയിലേക്ക് നിനക്കും പോകാം. ശ്രീരാമൻ പുഞ്ചിരി തൂകി ചുട്ട മറുപടി നൽകി. മകരാക്ഷ, വാക്കുകൊണ്ടല്ല ആയുധം കൊണ്ട് വേണം പടവെട്ടാൻ. ഞാൻ നിന്റെ അച്ഛനെ മാത്രമല്ല ദൂഷണനെയും ത്രിശിരസിനെയും നിരവധി അനുചരന്മാരെയും കൊന്നിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ നിന്നെയും കൊല്ലും. തുടർന്ന് ആരംഭിച്ച ദ്വന്ദ്വയുദ്ധത്തിനിടയ്ക്ക് ഒരാൾ അയച്ച അമ്പുകളെ മറ്റേയാൾ ഖണ്ഡിച്ചു കളയുക എന്ന പ്രക്രിയ വളരെ നേരം നീണ്ടുനിന്നു. ശ്രീരാമൻ മകരാക്ഷന്റെ തേര് തകർത്ത് അശ്വങ്ങളെ കൊന്നപ്പോൾ അവൻ നിലത്ത് ചാടി ശൂലമെറിഞ്ഞു. ശ്രീരാമശരം ശൂലത്തെ നുറുക്കിക്കളഞ്ഞതോടെ രാക്ഷസൻ മുഷ്ടി ചുരുട്ടി ഓടിയണഞ്ഞു. അവന്റെ ശരീരം പിളർന്ന ശ്രീരാമബാണം അവന്റെ ജീവനെയും അപഹരിച്ചു. കുംഭനികുംഭ മകരാക്ഷാദികളുടെ ദുരന്തമറിഞ്ഞ് ക്രോധാവേശനായിത്തീർന്ന ഇന്ദ്രജിത്ത് മുമ്പത്തെ പോലെ അദൃശ്യനായി നിന്നുകൊണ്ട് വാനർ സേനയുടെ നേർക്കയച്ച അസ്ത്രങ്ങളിൽ ചിലതൊക്കെ ശ്രീരാമലക്ഷ്മണന്മാരെയും പരിക്കേൽപ്പിക്കാതിരുന്നില്ല. ആ മായായുധ വിശാരദന്റെ അസ്ത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ദിക്ക് നോക്കി പ്രത്യസ്ത്രങ്ങൾ അയക്കുകയല്ലാതെ മറ്റൊന്നും അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. മറ്റൊരു വഴി കാണാതെ വിഷമിച്ച ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിന് മുതിർന്നപ്പോൾ ശ്രീരാമൻ തടയുകയാണുണ്ടായത്. ബ്രഹ്മാസ്ത്രത്തിന് ശരവ്യമാകാൻ പാടില്ലാത്തതിനാൽ ഒളിച്ചിരിക്കുന്നവനും ഉൾപ്പെടുന്നു എന്നായിരുന്നു ധർമ്മയുദ്ധത്തിന്റെ അലിഖിത നിയമങ്ങൾ തെറ്റാതെ പാലിച്ചു പോന്നിരുന്ന ശ്രീരാമന്റെ വാദമുഖം. എതിരാളികളെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഏറ്റവും ക്രൂരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൃത്യം അനുഷ്ഠിക്കുവാൻ ഇന്ദ്രജിത്ത് പിന്നീട് മുതിരുകയായി. ഹനുമാൻ മുതലായവർ കാണത്തക്ക വിധത്തിൽ രാവണപുത്രൻ മായാപ്രയോഗത്താൽ സീതാരൂപം സൃഷ്ടിക്കുക മാത്രമല്ല ആ രൂപത്തെ തലമുടി പിടിച്ചു വലിച്ചടിക്കുകയും അതും പോരാതെ വാളെടുത്ത് വെട്ടിക്കൊല്ലുകയും ചെയ്തു. താൻ കണ്ണുകൊണ്ട് കണ്ടത് യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിച്ച ഹനുമാനും കൂട്ടരും അന്തം വിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ സ്തബ്ധരായി നിന്നുപോയി. ഇതിനേക്കാളൊരു ആപത്തില്ലെന്ന് തോന്നിയ ഹനുമാൻ പിടയുന്ന മനസ്സോടുകൂടി ശ്രീരാമനെ വിവരമറിയിക്കുന്നതിനായി പടക്കളത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് ഓടിത്തുടങ്ങി. ഹനുമാൻ പറഞ്ഞ വിവരമറിഞ്ഞ് ശ്രീരാമൻ നിന്ന നിലയ്ക്ക് ബോധരഹിതനായി നിലം പതിക്കുകയും തുല്യനേരം കഴിഞ്ഞ് ബോധം വീണപ്പോൾ ഹൃദയം പൊട്ടുമാറി വിലപിക്കുകയും ചെയ്തു. ഏതൊരു ധർമ്മപത്നിയെ അപഹർത്താവായ രാക്ഷസേന്ദ്രനിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി താനും മറ്റുള്ളവരും സമുദ്രത്തിൽ അണകെട്ടി ഇങ്ങെത്തുകയും ഘോരയുദ്ധവും ചെയ്യുകയുണ്ടായോ ആ സീത രാവണപുത്രനാൽ നിഷ്കരണം വധിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെയും അനുജന്റെയും സഹപ്രവർത്തകരുടെയും പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെയാണോ അവസാനം? ലക്ഷ്മണനാണെങ്കിൽ ധർമ്മത്തെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ അടിത്തറ ഇളകുന്നതായി അനുഭവപ്പെട്ടു. ധർമ്മത്തിൽ നിന്ന് അണുമാത്രം വ്യതിചലിക്കാതെ ജീവസന്ധാരണം ചെയ്തു പോരുന്ന ജ്യേഷ്ഠന് ഈ ദുരനുഭവമാണെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? തന്നെ സംബന്ധിച്ചിടത്തോളം ഘാതകനായ ഇന്ദ്രജിത്തിനോട് തക്കതായ പ്രതികാരം അനുഷ്ഠിക്കുകയാണ് അന്തകരണീയം എന്ന് വിശ്വസിച്ച് ലക്ഷ്മണൻ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പോൾ അവിടെ വന്നെത്തിയ വിഭീഷണൻ കാര്യം ചോദിച്ച് മനസ്സിലാക്കി അഴലിലാണ്ട് കിടക്കുന്ന ശ്രീരാമനെയും ചുറ്റും ദുഃഖിച്ചിരിക്കുന്ന ഹനുമാനെയും മറ്റു വാനര പ്രമുഖരെയും സാന്ത്വനപ്പെടുത്തി. ആരും യാതൊന്നുകൊണ്ടും വിഷമിക്കരുത്. ഇന്ദ്രജിത്ത് വധിച്ചത് മായ കൊണ്ട് സൃഷ്ടിച്ച സീതയെ മാത്രമാണ്. നിങ്ങളെയെല്ലാം തൽക്കാലത്തേക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സൂത്രമാണ് അവൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ചൊരു കാരണവുമുണ്ട്. ഇന്ദ്രജിത്ത് ഇതിനു മുമ്പ് ചില വിവരങ്ങളൊക്കെ നേടിയിട്ടുണ്ട് എന്നറിയാമല്ലോ. അതുകൂടാതെ ഇനിയൊരു പ്രത്യേക ഹോമം ചെയ്യാനായി അവൻ നികുംഭില ചൈത്യത്തിൽ ചെന്നിരിക്കുകയാണ്. ആ ഹോമം മുടങ്ങാതെ മുഴുമിച്ചാൽ പിന്നെ ആർക്കും അവനെ ജയിക്കാൻ കഴിയുകയില്ല. അതേസമയം ബ്രഹ്മാവ് ഒന്ന് അരുളി ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരുവൻ ഹോമം മുടക്കിയാൽ അവൻ ഇന്ദ്രജിത്തിന്റെ മരണത്തിന് കാരണക്കാരനാകുമെന്ന്. അതിനാൽ ലക്ഷ്മണൻ കാണി നേരം കളയാതെ നികുംഭില ചൈത്യത്തിൽ ചെന്ന് ഹോമം മുടക്കണം. വിഭീഷണനിൽ നിന്ന് യാഥാർത്ഥ്യം അറിവായപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാരുടെയും വാനരപ്രമുഖരുടെയും ദുഃഖം പാടെ ഒഴിഞ്ഞു മാറി. സമരോത്സാഹത്തിനും പ്രതികാര ചിന്തയ്ക്കും സ്ഥാനം നൽകി.
ശ്രീരാമന്റെ അനുഗ്രഹാശിസുകളോടെ ലക്ഷ്മണൻ ധൃതിയിൽ ആയുധങ്ങൾ ധരിച്ചു. ഹനുമാൻ മറ്റു ചില വാനര പ്രമാണികൾ, വിഭീഷണൻ എന്നിവർ അനുഗതനായി നികുംഭില ചൈത്യത്തെ സമീപിച്ചു. ഒരു പക്ഷേ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തടയുന്നതിനായി വമ്പിച്ചൊരു രക്ഷാസൈന്യ വിഭാഗത്തെ പൈതൃപ്രസാദത്തിന് പുറമെയായി ഇന്ദ്രജിത്ത് സജ്ജമാക്കിയിരുന്നു. വാനര സൈന്യ വിഭാഗവും രാക്ഷസ സൈന്യ വിഭാഗവും തമ്മിലുണ്ടായ ഘോരമായ സംഘട്ടനം ഇരുപക്ഷങ്ങളിലും വളരെയേറെ നാശനഷ്ടങ്ങൾ വരുത്തിച്ചു. ക്രമേണ വാനരന്മാർ ജയിച്ചേക്കുമെന്നുള്ള അവസ്ഥ സംജാതമാകുന്നു എന്ന് കണ്ടപ്പോൾ ചൈത്യപ്രസാദത്തിൽ അടങ്ങിയിരിക്കുവാൻ കഴിയാതെ ഇന്ദ്രജിത്ത് യുദ്ധസന്നദ്ധനായി പുറത്തേക്കിറങ്ങി. ശത്രുക്കളോട് ഏറ്റുതന്നെ നേരിടുന്നതിനായി ചാപബാണ തുണീരധാരിയായി നിൽക്കുന്ന ലക്ഷ്മണന് സഹായമേകുന്ന വിഭീഷണനെ കണ്ടപ്പോൾ ഇന്ദ്രജിത്തിന്റെ രോഷം പൊട്ടിപ്പുറപ്പെട്ടു. ഇളയച്ഛ, എന്നെ ദ്രോഹിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ? അങ്ങ് ദുരാത്മാവാണ്, സജ്ജന നിന്ദനാണ് അങ്ങ്. കഷ്ടം, ശത്രുവിന്റെ വൃത്യനായി പോയല്ലോ. സ്വജനങ്ങളോടൊന്നിച്ച് ജീവിക്കുക എന്നതെവിടെ, അന്യനെ ആശ്രയിച്ച് കഴിയുന്നതെവിടെ? അങ്ങല്ലാതെ മറ്റൊരുവൻ ഇങ്ങനെ ചെയ്യുമോ? എന്തൊരു നീചത്വം! ഇന്ദ്രജിത്തിന്റെ ശകാരവാക്കുകൾ വിഭീഷണനും മറുപടി നൽകി. ഞാൻ അധർമ്മം ആചരിക്കുന്നവനല്ല. നീ ഒന്ന് ഓർമ്മിക്കണം, പരസ്വത്തിനെയും പരദാരങ്ങളെയും അവഹരിക്കുന്നത് പാപമാണ്. തീയെരിയുന്ന വീട് പോലെ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് അപ്രകാരം ചെയ്യുന്നവൻ. അങ്ങനെയുള്ള ജ്യേഷ്ഠനെ ഞാൻ ഉപേക്ഷിച്ചു പോയി. നിന്നെ കാലപാശം ബന്ധിച്ചു കഴിഞ്ഞു. ശ്രീരാമനോട് ശത്രുത പുലർത്തുന്ന നിനക്കിനി ജീവിതമില്ല. അപ്പോഴേക്കും യുദ്ധസന്നദ്ധനായി മുമ്പിലെത്തിക്കഴിഞ്ഞ ലക്ഷ്മണനോട് ഇന്ദ്രജിത്ത് വിളിച്ചു പറഞ്ഞു, എടാ മനുഷ്യാധമ, എൻ്റെ അമ്പുകൾ തടുക്കാൻ കഴിവുള്ളവർ 3 ലോകങ്ങളിലുമില്ല. നിന്നെയും നിന്റെ ജ്യേഷ്ഠനെയും ഞാൻ ബോധം കെടുത്തി വീഴ്ത്തിയത് മറന്നിട്ടാണോ നീ ഇപ്പോൾ യുദ്ധത്തിന് വരുന്നത്? എന്തായാലും ശരി, നിന്റെ മരണം അടുത്തിരിക്കുന്നു. ലക്ഷ്മണനും വിട്ടില്ല. എടാ ഇന്ദ്രജിത്തെ, നീ ഒളിവിൽ നിന്നാണല്ലോ ഞങ്ങളോട് യുദ്ധം ചെയ്തത്. അത് വീരന്മാർക്ക് അല്ല ചോരന്മാർക്ക് യോജിച്ച പ്രവൃത്തിയാണ്. ആത്മപ്രശംസ കൊണ്ട് ഫലമില്ല. യുദ്ധമാണ് ഇപ്പോൾ വേണ്ടത്. അങ്ങനെ ഇന്ദ്രജിത്തിനെ വധിക്കാനുള്ള ശ്രമത്തിലാണ്. അത് അടുത്ത ഭാഗത്തിൽ.